2011 പത്രപരസ്യത്തിലൂടെ ബാബുരാജുമായി വിവാഹം കഴിച്ച വ്യക്തിയാണ് പ്രിയ. വിവാഹത്തിന് ശേഷം ഒരാഴ്ച മാത്രമാണ് ബാബുരാജിന്റെയും പ്രിയയുടെയും ദാമ്പത്യ ജീവിതം നീണ്ടുനിന്നത്. എന്നാൽ ഇന്ന് പ്രിയയുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ് ബാബുരാജ് മുംബൈയിൽ താമസമാക്കിയിരിക്കുന്നത്. ബാബുരാജിന്റെ തിരിച്ചുവരവ് മാത്രമാണ് പ്രിയയുടെ ഏക ലക്ഷ്യം. പ്രിയയോട് ചോദിച്ചറിയാം ബാബുരാജിന് എന്താണ് സംഭവിച്ചതെന്നും ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നും. പ്രിയയുടെ വീടോടെ ആലുവ ദേശം. ആലുവ ദേശം. ബാബുരാജിന്റെ വീടോടെ കോഴിക്കോട്. നിങ്ങൾ ഏത് പത്രത്തിൽ പരസ്യം ചെയ്തിട്ടത്? മലയാള മനോരമ. അപ്പോ അന്വേഷിച്ചില്ലേ? ബാബുരാജ് പറയണതൊക്കെ ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു. അതെങ്ങനെ? പ്രിയ അവരുടെ അച്ഛല്ലേ? ഉണ്ട്. അദ്ദേഹത്തിന് എന്താ പണി? ഡ്രൈവറാണ്. സഹോദരങ്ങളുണ്ടോ? അനിയത്തി മാത്രമേ ഉള്ളൂ. അപ്പൊ ബന്ധുക്കൾ ഉണ്ടാവില്ലേ? അച്ഛന്റെ അനുജനോ അവരൊന്നും അന്വേഷിച്ചില്ല? ബന്ധുക്കളുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ നമുക്ക് ഒരു പത്രത്തിൽ പരസ്യം ചെയ്തപ്പോ നമുക്കൊരു ഓഫർ വന്നപ്പോ നമ്മൾ അവിടെ പോയിട്ട് ഒന്ന് അന്വേഷിക്കണ്ടേ? ആരാണ് ബാബുരാജ്, എന്താണ് ബാബുരാജ് എന്നുള്ളത്? അത് ചെയ്തോ? ഞങ്ങളങ്ങനെ അന്വേഷിച്ചില്ല. ബാബുരാജ് ഞങ്ങളെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. പ്രിയ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ വിശ്വസിച്ച്? അച്ഛനൊക്കെ ഒരുപാട് പരിചയങ്ങൾ ഉണ്ടാവില്ലേ, അനുഭവങ്ങൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരാൾ കയറി വരിക പത്രപരസ്യം ചെയ്തിട്ട്, എത്ര ആള് വരും? ആ ആളെ കുറിച്ച് ഇയാൾ പഠിച്ചിട്ടുണ്ടാവും ബാബുരാജ്? പഠിച്ചിട്ടുണ്ട്. നല്ല ഏജ്ഡ് ആണല്ലേ? BA ഉണ്ടെന്നാണ്. BA. വയസ്സുണ്ടോ? വയസ്സിന് ഒത്തിരി വ്യത്യാസമുണ്ട് പ്രിയയും ബാബുരാജും തമ്മിൽ. എത്ര വയസ്സിന്റെ വ്യത്യാസം? 10 വയസ്സിന്റെ വ്യത്യാസം. ഭയങ്കര ഭീകരമായ വ്യത്യാസമായിട്ട് ഇപ്പൊ. ബാബുരാജ് കല്യാണം കഴിക്കുന്ന സമയത്ത് ഒരു ആന്റിയെ പരിചയപ്പെടുത്തിയിരുന്നു പ്രിയെ. ആന്റി ആണെന്ന് പറഞ്ഞു. പക്ഷെ ആ സ്ത്രീയെ കുറിച്ച് പിന്നീട് അന്വേഷിച്ചപ്പോ ബാബുരാജിന്റെ ബന്ധുവേ അല്ല. പക്ഷെ ആ സ്ത്രീയോടൊപ്പമാണ് ഇപ്പൊ ബാബുരാജ് താമസിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഈ ആന്റി ആരാന്ന് ഞാൻ ചോദിച്ചു. അതിനെ തുടർന്ന് വിഷയങ്ങളുണ്ടായി. ബാബുരാജ് ആന്റി ബാബുരാജിന്റെ കൂടെ കുറച്ചു വർഷമായിട്ട് മുംബൈയിൽ താമസിക്കുകയാണ്. അവരിങ്ങോട്ട് വന്നു കല്യാണത്തിന്റെ അന്ന് വന്നിരുന്നു. എത്ര പ്രായമുണ്ട്? 55 വയസ്സുണ്ട്. അവർക്ക് മക്കളുണ്ടോ? ഇല്ല. ഭർത്താവുണ്ടോ? കല്യാണം കഴിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇവര് കല്യാണത്തിനൊക്കെ വന്നപ്പോ ബാബുരാജായിട്ടുള്ള പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് സംശയം തോന്നി അല്ലെ? അപ്പൊ അയാളോട് ചോദിച്ചു. അപ്പൊ അയാൾക്ക് ഇഷ്ടായില്ല? ഇല്ല. അയാൾ എന്താ പറഞ്ഞു? അങ്ങനെ നീ എന്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, ഇനിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി, മുന്നത്തെ കാര്യമൊന്നും അന്വേഷിക്കണ്ട. ചില്ലറ അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് തന്റെ. 3 ലക്ഷം രൂപ അമ്മ കൊടുത്തു. എന്നിട്ട് ഇവര് കേസും കൊടുത്തിട്ടുണ്ട്, പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം അങ്ങനെ ഒരു കേസ് കൊടുത്തപ്പോ ഇവരെല്ലാരും വിളിക്കാൻ തുടങ്ങി തിരിച്ചു പ്രിയനെ. അത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. അതുവരെ വിളിയൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോ പൈസ പിൻവലിക്കണം എന്ന് പറഞ്ഞ് 1-2 പ്രാവശ്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാനിപ്പോ ഈ കേട്ട എത്ര കൊല്ലായി ഇപ്പത്? ഇതിപ്പോ 1.5 വർഷമായി. 3 ലക്ഷം റുപ്യ പോയിട്ടുള്ളൂ. മനസ്സിലായില്ലേ? സ്വർണം വല്ലതും കൊടുത്തിരുന്നു, ക്യാഷ് അല്ലാണ്ട്? ഇല്ല, സ്വർണ്ണം എന്റെ കയ്യിലുണ്ട്. 3 ലക്ഷം റുപ്യ നമുക്ക് നഷ്ടപ്പെട്ടുള്ളൂ. നമ്മളെ ജീവിതം പോയിട്ടില്ല. ഒരാഴ്ച ഇയാളെ പരിചയമുള്ളൂ. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ആളെ മനസ്സിലായി അല്ലേ? അത്യാവശ്യം നമുക്ക് മനസ്സിലായി. അപ്പൊ ഇനി നമ്മൾ കൂടുതൽ കുടുക്കുകളിലേക്ക് പോകണ്ട എന്ന് തന്നെയാണ് എന്നാണ് എന്റെ അഭിപ്രായങ്ങൾക്ക് ഇഷ്ടംപോലെ ചെയ്യാം. സാർ, അവർ പറയുന്നത് മാനനഷ്ടത്തിനുള്ള പരിഹാരവും അവർക്ക് ഈ കൊടുത്തിരിക്കുന്ന 3 ലക്ഷം രൂപ തിരികെ വേണമെന്ന് മാത്രം. ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, ഈ പൈസ വാങ്ങിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. നിങ്ങൾ വിവാഹമോചനത്തിന് നോട്ടീസ് കൊടുക്കലാണ് ബുദ്ധി. നിങ്ങൾ അച്ഛന് 2 പെൺകുട്ടികളാണ്. അല്ലെങ്കിൽ ഇയാളിനി വീണ്ടും വന്ന് നിങ്ങളുടെ സ്വത്ത് വലയം ചെയ്ത് കൊണ്ടുപോകലാണ് ഉണ്ടാവുക. ഈ 3 ലക്ഷം രൂപ
തട്ടിക്കൊണ്ടുപോയ ഒരാളെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് നിങ്ങളെ അല്ലെങ്കിൽ ഈ 1.5 വർഷത്തിലൊക്കെ ഒരാഴ്ചയല്ലേ നിങ്ങളെ കൂടെ കഴിഞ്ഞുള്ളൂ. അന്വേഷിച്ചു വന്നില്ലല്ലോ, വിളിച്ചില്ലല്ലോ. കേസ് കൊടുത്തപ്പോഴല്ലേ വിളിച്ച്, അല്ലേ? അപ്പോ മോൾക്ക് എവിടെയോ ഈ ഇതിൽ ഒരു അബദ്ധം പറ്റിയെന്നാണ് എന്റെ അഭിപ്രായം. ഇടയ്ക്ക് വന്നിട്ട് ഉപദ്രവിച്ചിട്ടാ പോയത്. അപ്പൊ അതാ പറഞ്ഞ ഞാൻ സത്യം. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരാളെ പരിശോധിക്കുമ്പോൾ വിവാഹം ഇതിന് ഇത് കൊടുക്കുന്നു, ഇയാളെ കുറിച്ച് യാതൊരു ഇതില്ല. വിവാഹത്തിന് ഇയാളുടെ ഒരു കൂടെ താമസിക്കുന്ന സ്ത്രീയുമായിട്ട് വരുന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അയാള് ഭീകരമായിട്ട് പ്രതിഷേധിക്കുന്നു. 3 ലക്ഷം രൂപയുമായി ഇദ്ദേഹം പോകുന്നു. പിന്നെ യാതൊരു വിവരമില്ല. ഇവര് കേസ് കൊടുത്തപ്പോൾ അയാള് വീണ്ടും വിളിക്കുന്നു കേസ് വിഡ്രോ ചെയ്യാനാ. അപ്പോ എനിക്ക് തോന്നുന്നത് കഴിയുന്നതും വേഗം ആ പൈസ വാങ്ങിച്ച് വിവാഹമോചനം നടത്തി നല്ലൊരു വിവാഹം കഴിക്കണ്ട. ഇപ്പൊ 2 മാസമായിട്ട് ആളെ പറ്റി യാതൊരു വിവരവും ഇല്ല. നമ്മള് കോടതിയിൽ, കുടുംബ കോടതിയിൽ ആണ് വിവാഹമോചനത്തിന്, അല്ലെങ്കിൽ സിവിൽ കോർട്ടിലോ നമ്മൾ വിവാഹമോചനത്തിന് എനിക്ക് തോന്നണതാണ് കേട്ടോ. വെറുതെ നമ്മള് ഒരു സ്നേഹവും കാണിക്കാത്ത ഒരാളെ പിന്നാലെ വീണ്ടും നമ്മൾ യോജിപ്പിന്റെയും സ്നേഹത്തിന്റെയും അർത്ഥങ്ങൾ അന്വേഷിച്ചു പോണോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്റെ അഭിപ്രായം മുഴുവൻ എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലായില്ലേ? എനിക്ക് തോന്നുന്നത് അയാളെ കുറിച്ച് ഒരു വിവരവും നമുക്കറിയില്ല, ഇപ്പോഴും അറിയില്ലല്ലോ, വിവാഹശേഷവും അറിയില്ലല്ലോ. അയാളെ നാടേതാണ്, വീടേതാണ്, എവിടെയാണ്, അച്ഛനാര്, അമ്മയാര് അറിയില്ല. ആകെ അറിയുന്നത് അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആന്റി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയാണ്. കൊയിലാണ്ടിയില് സഹോദരനാണെന്നും പറഞ്ഞ് കല്യാണത്തിന് കുറച്ചുപേര് പെങ്ങളും ഇതൊക്കെ വന്നിരുന്നു. അവരൊന്നും പിന്നെ അവരുമായിട്ട് ബാബുരാജിന് അധികം കോണ്ടാക്ട് ഒന്നും ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതാണ് യുക്തിപൂർവമായിട്ടുള്ള ഒരു ചിന്ത എന്നിൽ വന്നത്. ഞാൻ സാധാരണ വളരെ ഒടുവിൽ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ വെക്കുന്ന ഒരാളാണ്, ഏറ്റവും ഒടുവിൽ. പക്ഷെ പ്രിയയുടെ കേസ് കേട്ടപ്പോൾ എന്റെ മനസ്സ് പറയുന്നത് പ്രിയക്ക് വേറെ ഏതോ ഒരു നല്ല ജീവിതം എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ട്. കാരണം ഇതില് മോൾക്ക് വലിയൊരു ഗുണമുണ്ടാവും എനിക്ക് തോന്നാനില്ല. മനസ്സിലായി കഴിഞ്ഞു. അതായത് വളരെ സ്ട്രോങ് ആയിട്ട് മോള് നിൽക്കുക, വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. എന്താ വെച്ചാൽ ഉറപ്പായിട്ട് മോള് തന്നെ ജയിക്കില്ല. ഞാൻ പറഞ്ഞത് കേസിന്റെ കാര്യമല്ല, പറഞ്ഞ ജീവിതത്തിൽ ജയിക്കും. നന്മയുള്ള ആളുകളാണൊക്കെ. അല്ലെങ്കിൽ ഒരു പരസ്യം കാണുമ്പോൾ ആരെങ്കിലും ഇങ്ങനെ വിശ്വസിക്കും അന്ധമായിട്ട്. അപ്പോൾ ഒരു ഇത് പറ്റി ഇനി ചെയ്യുമ്പോൾ കൂടുതൽ അന്വേഷിച്ച് ഇതാക്കുക. ഞങ്ങളൊക്കെ സഹായങ്ങൾ വേണമെങ്കിൽ ഉണ്ടാവും. തീർച്ചയായിട്ടും കേസ് തുടരുക, അന്വേഷിക്കുക, എന്തൊക്കെ വേണ്ട വെച്ചാൽ നല്ല വക്കീലന്മാരെ വെച്ച് കാര്യങ്ങൾ ചെയ്യുക. ധൈര്യമായിട്ട് മറക്കുക, സ്ട്രോങ് ആയിട്ട് നിൽക്കുക, നിർഭയമായിട്ട് ഇതാവുക. തീർച്ചയായിട്ടും മോളെപ്പോലുള്ള ആൾക്കാർക്ക് ഈ ലോകത്ത് സ്പേസ് ഉണ്ടെന്ന് ആലോചിക്കുക. ജോലിയുണ്ടോ? ജോലിക്ക് പോകുന്നില്ല, ഇപ്പൊ പോകുന്നില്ല. പോണം, ജോലിക്ക് പോണം. ജോലി ഉണ്ടായിരുന്നോ? പോണം, ജോലിക്ക് പോകണം കേട്ടാ. ജോലിക്ക് പോകുമ്പോൾ തന്നെ ഇതിന്റെ പകുതി മറവികൾ ഉണ്ടാവും, പുതിയ ജീവിതം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. നാളെ തൊട്ട് തന്നെ എവിടെയാണോ ജോലി കിട്ടമ്മേ ജോലിക്ക് പറഞ്ഞേക്കുക, ഒരു സംശയവും വേണ്ട, ഒക്കെ ക്ലിയർ ആവും. കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, ജോലി ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ ഹയർ സ്റ്റഡീസിന് പോവുക. എത്ര കുറച്ച് ആളുകളെയും കൂടെ കാണുമ്പോൾ അതൊക്കെ +2 കഴിഞ്ഞു, ഡിഗ്രിക്ക് പ്രൈവറ്റ് ആയിട്ട് ചേരുക, ജോലിക്ക് പോവുക, ജീവിതം കൂടുതൽ പ്രസരിപ്പോട് കൂടിക്കൊണ്ടുപോകുക. ഇത് ഏജിലൊന്നും ആയിട്ടില്ലല്ലോ, വളരെ ചെറുപ്പല്ലേ മോള് കേട്ടാ. ധൈര്യമായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോകും, യാതൊന്നും പേടിക്കേണ്ടതില്ല. ഇത് ഒരു ചെറിയ വഴിയിലെ കേസ് നടന്നോളൂ, അതിനെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല കേട്ടാ. പ്രവാസലോകം എപ്പോഴും ഉണ്ടാവും കേട്ടാ. വിദേശങ്ങളിലും സ്വദേശങ്ങളിലും കാണാതാകുന്നവരെ തേടിക്കൊണ്ടുള്ളൊരു യാത്രയാണ് പ്രവാസലോകം നടത്തുന്നത്. ഇത് തികച്ചും സൌജന്യമാണ്. കാണാതാകുന്നവരുടെ ഫോട്ടോ, അയക്കുന്നയാളുടെ വിശദമായ ടെലിഫോൺ നമ്പറും അഡ്രസ്സും സഹിതം ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്
pravasalokam@gmail.com. പ്രവാസം ഒളിത്താവളമായി കരുതുന്നവർ ധാരാളമുണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ. പക്ഷെ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, എന്തെല്ലാം നിയമങ്ങൾ ഉണ്ടായിട്ടും തിരികെ നാട്ടിലെത്താൻ സാധിക്കാത്ത എത്രയോ പ്രവാസികളുടെ ഇടയിലാണ് മനഃപൂർവ്വമായി ഒളിത്താവളമായി നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ കാണാൻ ഇവിടെ കാത്തിരിക്കുന്ന എത്രയോ ബന്ധു ജനമിത്രാദികളുണ്ട്. എന്നാൽ വരാൻ സാധിക്കാത്ത പ്രവാസികളും ഇതിന്റെ ഇടയിലുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ അതിനൊരു കാരണമാവരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും. നന്ദി, നമസ്കാരം.